നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം ആകർഷിക്കാനായിട്ട് വിഷ്വലൈസേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം ഒരു പ്രായോഗിക വിഷ്വലൈസേഷൻ്റെ എക്സസൈസ് ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ്റെ പവർ ഇരട്ടിയാക്കുകയും നിങ്ങൾക്ക് പണം പെട്ടെന്ന് നിങ്ങൾക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും. നമസ്കാരം, ഞാൻ ശിവ് ജൊഹാൻ സാറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ആകർഷണ നിയമവും മാനിഫെസ്റ്റേഷനും എനർജി അലൈൻമെൻറ്റും ഇവയെല്ലാം ജീവിതത്തിൽ പണം, ഒരുപാട് സമൃദ്ധി, ഒരുപാട് അവസരങ്ങൾ ഇത് നമുക്ക് ആകർഷിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഇന്ന് നമുക്ക് വിഷ്വലൈസേഷൻ്റെ ഒരു പ്രത്യേക ഒരു പ്രായോഗിക പ്രാക്ടീസ് നമുക്ക് ചെയ്തു നോക്കാം. ഇത് നിങ്ങൾക്ക് കൂടുതൽ പണം ആകർഷിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതിൽ പല ആളുകളും പറയുന്നുണ്ട്, എനിക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതെനിക്ക് അറിയുന്നില്ല. 2 കാരണങ്ങളാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒന്ന്, വിഷ്വലൈസേഷന് പ്രാക്ടീസ് ഇല്ലാത്തത് കാരണം. വിഷ്വലൈസേഷൻ ഒരു മസിൽ പോലെയാണ്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് ശക്തമാവത്തില്ല. നമ്മൾ ജിമ്മിൽ പോയിട്ട് മസിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെയാണ്. രണ്ടാമത്തേത്, ക്ലാരിറ്റി ഇല്ലാത്തതാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെയാണ് അതിൻ്റെ ഒരു ചിത്രം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക? ക്യാമറയുടെ ലെൻസ് മങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിത്രം മങ്ങിപ്പോകുന്നത് പോലെ ലക്ഷ്യം മങ്ങിയാൽ നമ്മുടെ വിഷ്വലൈസേഷനും മങ്ങിപ്പോകും. ഇപ്പോൾ നമുക്ക് വിഷ്വലൈസേഷൻ മസിൽസിനെ നമുക്ക് വാമപ്പ് ചെയ്യാം. നിങ്ങളുടെ വലത് കൈ മുന്നിലേക്ക് എടുക്കൂ. കയ്യിലെ ആ വലിയ വരകൾ നിങ്ങൾ കാണുന്നില്ലേ? അത് നമുക്ക് ഓരോന്നായി നമുക്ക് എണ്ണാം. 1, 2, 3, 4, 5, 6. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങൾ ആ ഒരു വരകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. വീണ്ടും കണ്ണുകൾ തുറക്കൂ. വീണ്ടും അതേ നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾ വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യൂ. എപ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും നേരങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷ്വലൈസേഷൻ എളുപ്പമാവുന്നുണ്ടാവും. കാരണം നിങ്ങൾ ആ ഒരു സ്കില്ല്, ഇത് നിങ്ങളുടെ ഒരു കഴിവാണ്. അത് നമ്മൾ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് പണത്തെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പോകാം. അതൊരു സെക്കൻഡ് സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ ആ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടാമത് ഒരു ക്ലാരിറ്റിയാണ്. നമുക്ക് ആ ഒരു പണം എങ്ങനെയാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് വരുത്താം. ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സംഖ്യ എഴുതൂ. ഉദാഹരണം, നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് 1,00,000 എന്ന് എഴുതരുത്. നിങ്ങളൊരു 60,000 രൂപ എഴുതുക. കാരണം നമ്മൾ ഒരുപാട് പണം എഴുതുമ്പോൾ അത് ഭയങ്കര ചലഞ്ചായിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അഭിഷേകമായിട്ടൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ സംശയങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് 50,000 എന്നുള്ളത് ഒരു അല്പം ഉയർന്നൊരു സംഖ്യ തിരഞ്ഞെടുക്കുക. 60,000 എഴുതുക. ഇപ്പോൾ നിങ്ങൾ 1,00,000 സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 1,10,000. അങ്ങനെ നിങ്ങൾക്കൊരു കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളത് നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ആ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഇന്ന് ഈ ഒരു മാസത്തിൻ്റെ 30-ാം തീയതി വളരെ സന്തോഷത്തോടെ വളരെ എളുപ്പത്തിൽ ഞാൻ ഇതിനോടകം 1,10,000 രൂപ സമ്പാദിച്ചു. നിങ്ങൾ ഇപ്പോൾ ആ ഒരു വരികൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. അത് വിഷ്വലൈസ് ചെയ്യുക. എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കണ്ണുകൾ തുറക്കൂ. വീണ്ടും വായിക്കൂ. വീണ്ടും കണ്ണുകൾ അടയ്ക്കൂ. വിഷ്വലൈസ് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഴുതി വച്ചിരിക്കുന്ന നോട്ട് നോക്കാതെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു സ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണത് എന്നുള്ള ക്ലാരിറ്റി വന്നു. ഈ ഒരു സ്കില്ലും ഈ ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വിഷ്വലൈസേഷൻ എളുപ്പമാകുന്നതിന് ഈ 2 കാരണങ്ങളാണ്: ആ ഒരു സ്കില്ലും ആ ഒരു ക്ലാരിറ്റിയും. നിങ്ങളുടെ മനസ്സിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ എമൗണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ അത് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് കൂടുതൽ പണം ആകർഷിക്കാനായിട്ട് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളതും ഏറ്റവും ശക്തവുമായിട്ടുള്ള മാർഗം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജൊഹാൻ ഹാർമണിയിലെ എല്ലാ വീഡിയോസും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അബണ്ടൻസ് എൻട്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴേക്ക് 1,00,000 രൂപ ഒരാൾക്ക് നമ്മൾക്ക് കൊടുക്കുന്നതാണ്. കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അബണ്ടൻസ് സെൻറ്ററിൽ ജോയിൻ ചെയ്യൂ. സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വിഷ്വലൈസിങ്, കീപ് അട്രാക്റ്റിംഗ് മണി. താങ്ക് യു യൂണിവേഴ്സ്.